ഇത് നമ്മുടെ സാൽവ ആഡിയോയുടെ ഒരു അടിപൊളി ക്ലാസ് എ ബി സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. റൈക്ക് എന്നാണ് ഇതിന് പേര് കൊടുത്തിട്ടുള്ളത്. അവർ സാൽവ ആഡിയോയുടെ പ്രോഡക്റ്റ് തന്നെയാണ്. ഈ ഒരു ബോർഡിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. AC സപ്ലൈ 18-0-18 ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം 18-0-18 കൊടുക്കേണ്ട സ്ഥലം ഇവിടെയാണ്. കൂടാതെ ഡയോഡും ഇവിടെ ഫിൽറ്റർ കപ്പാസിറ്ററും അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡീഷണലായിട്ട് പവർ സപ്ലൈയുടെ ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. കൂടാതെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു 12-0-12 കൊടുത്തു കഴിഞ്ഞാൽ 12-0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് USB മോഡുകൾ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സർക്യൂട്ടും കൂടെ ഇവിടെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ഒരു പവർ സപ്ലൈയുടെ ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഒരു 18-0-18 ഒരു 0-12 ട്രാൻസ്ഫോമർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊരു സർക്യൂട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ തന്നെ ഇതിനകത്ത് പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ DC 24 ഔട്ട്പുട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 വോൾട്ട് തൊട്ട് ഒരു 40 വോൾട്ട് വരെയൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഡ്യുവൽ സപ്ലൈയിൽ വർക്ക് ചെയ്യിപ്പിക്കുന്ന സബ് വൂഫറിൻ്റെ ഫിൽറ്ററുകൾ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടൊരു സപ്ലൈ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഓഡിയോ സിഗ്നൽ നമുക്ക് സബ് ഫിൽറ്ററിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സബ് വൂഫറിന് വേണ്ടിയും ഒരു ഫിൽറ്റർ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കൂടാതെ തന്നെ ഈ USB-ക്ക് വേണ്ടിയിട്ട് ഒരു 5 വോൾട്ട് ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 5 വോൾട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വളരെ ഈസി ആയിട്ട് നമുക്കൊരു 2.1 ആംപ്ലിഫയറോ സ്റ്റീരിയോ ആംപ്ലിഫയറോ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കൂടാതെ തന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഓഡിയോ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോഷി സാറിൻ്റെ ഒരു ഡിസൈനാണ്. ഇതിൻ്റെ സർക്യൂട്ട് ജോഷി സാറിൻ്റെ ഡിസൈനിലാണ് വരുന്നത്. LJ 404 എന്ന് പറയുന്ന ഒരു ആംപ്ലിഫയറാണ്. അതിൻ്റെ സർക്യൂട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ബോർഡ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് MJE 3055 ട്രാൻസിസ്റ്റേഴ്സാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. MJE 3055. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ പവർ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 വാട്ടാണ്. ഒരു ചാനലിന് 40 വാട്ട് നമുക്ക് കിട്ടും. 40+40 ടോട്ടലി 80 വാട്ട് RMS എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ വാട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ആംപ്ലിഫയർ വരുന്നത്. അപ്പോൾ ജോഷി സാറിൻ്റെ 404 എന്നുള്ള സർക്യൂട്ട് വളരെ നല്ല ഓഡിയോ ക്വാളിറ്റി ഉള്ള ഒരു സർക്യൂട്ടാണ്. കൂടാതെ തന്നെ ഈ ജോഷി സാറെന്ന് പറയുമ്പോൾ ആരാണെന്ന് ഒരുപാട് ആൾക്കാർ ഇതിനു മുമ്പേ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ആരാണ് ജോഷി എന്നുള്ളത്. അപ്പോൾ ജോഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം, ആരാണ് റോഡ് എല്ലിയോട്ട് എല്ലാവർക്കും അറിയാം, ആരാണ് നെൽസൺ പാസ് എല്ലാവർക്കും അറിയാം. ഇവരെല്ലാം ഒരു മിലി സ്ലോവാക്കി അതൊക്കെ ഒരു ആംപ്ലിഫയർ ഡിസൈനേഴ്സാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ കേരളത്തിൽ അത് നമുക്ക് അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ ഉള്ളൊരു ആംപ്ലിഫയർ സർക്യൂട്ട് ഡിസൈനറാണ് നമ്മുടെ ജോഷി സാറ്. പുള്ളിയെ ഒരുപാട് ആൾക്കാർ കളിയാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് പുള്ളിയെ നല്ല രീതിയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോയിലൊക്കെ വന്ന് കമൻറ്റുകൾ ഇട്ട് പുള്ളിയെ ഒരുപാട് ആൾക്കാർ കളിയാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ കളിയാക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പഠിച്ചവനാണ്. കൂടെ തന്നെ പുള്ളി ഈ പറയുന്ന ഇപ്പോൾ പുള്ളി പഠിച്ച ഒരാളാണ്. പുള്ളി ഞാൻ പൊക്കി പറയുന്നതോ ഒന്നുമല്ല. കാര്യം പുള്ളിയെ പൊക്കി പറഞ്ഞിട്ട് പുള്ളി എനിക്ക് ക്യാഷോ ഒന്നും എനിക്ക് തരുന്നില്ല. പുള്ളിയുടെ നിന്ന് ക്യാഷ് വാങ്ങിയിട്ടല്ല പുള്ളിയെ പൊക്കി പറയുന്നത്. അപ്പോൾ പുള്ളി ഒരു അറിവുള്ളൊരു മനുഷ്യനാണ്. ഇപ്പോൾ റെജി ഫിലിപ്പ് സാറുണ്ട്, പുള്ളി അതുപോലെ ജോഷി സാറിനെ പോലെ അറിവുള്ള ഒരു മനുഷ്യനാണ്. പുള്ളി പ്രൊഫസറാണ്. അപ്പോൾ ജോഷി സാറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജോഷി സാറ് സ്വന്തമായിട്ടൊരു ആംപ്ലിഫയർ സ്ഥാപനം നടത്തുന്നതാണ്. ലിയാഡൽ എന്ന പേരുള്ള പവർ ആംപ്ലിഫയറുകൾ ഏകദേശം 25 വർഷം മുമ്പ് തന്നെ പുള്ളി തുടങ്ങിയൊരു സ്ഥാപനമാണ്. പുള്ളി ഇലക്ട്രോണിക്സ് ഡിപ്ലോമയൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പുള്ളി തുടങ്ങിയതാണ് ഈ ഒരു ലിയാഡൽ എന്ന് പറയുന്നൊരു സ്ഥാപനം. അപ്പോൾ ആ ഒരു ആംപ്ലിഫയറിൽ ഇപ്പോഴും വിജയകരമായിട്ട് വർക്കിംഗ് ആണ്. PA ആംപ്ലിഫയറുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി പുള്ളിക്ക് സ്വന്തമായിട്ട് തൃശ്ശൂരുണ്ട്. അപ്പോൾ പുള്ളിയുടെ സർക്യൂട്ടിലാണ് ഈ ഒരു പ്രോഡക്റ്റ്. പുള്ളിയുടെ ഒരുപാട് സർക്യൂട്ടുകൾ നമുക്കൊരു ഗ്രൂപ്പുണ്ട്, ഓഡിയോ DIY ഓഡിയോ ഇൻഡൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഓൾറെഡി 1000-ന് മുകളിൽ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അതിനകത്ത് ആൾക്കാരെ എടുക്കാനായിട്ട് സാധിക്കില്ല. ഒരു 10-15 പേരെ കൂടെ മാത്രമാണ് ആ ഗ്രൂപ്പിനകത്തോട്ട് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ റിക്വസ്റ്റ് അയച്ചിട്ടേക്കുക. ഇടയ്ക്ക് ആൾക്കാർ ആരെങ്കിലുമൊക്കെ അതിനകത്ത് റിമൂവ് ആയി പോവുകയാണെങ്കിൽ നിങ്ങളെ അതിനകത്തോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ
ജോയ് സാറിന് ഒരുപാട് ആൾക്കാർ കളിയാക്കുന്നുണ്ട് കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പുള്ളി പഠിച്ച ഒരാളാണ്. ഈ കളിയാക്കുന്ന പലർക്കും പുള്ളി വേണമെങ്കിൽ ഒരു കയ്യിൽ പേനയും പേപ്പറും കൊടുത്തു കഴിഞ്ഞാൽ ആ ഇരുന്ന ഇരിപ്പിൽ നിങ്ങൾക്കൊരു ആംപ്ലിഫയർ സർക്യൂട്ട് വരച്ച് തരാൻ കഴിവുള്ള ഒരാളാണ്. ഒരു ബാസ് ട്രബിളോ അല്ലെങ്കിൽ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ടോ പവർ സപ്ലൈ SMPSകളോ ഒക്കെ നിങ്ങൾക്ക് ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഒരു പേനയും പേപ്പറും കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരച്ച് തരാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ കളിയാക്കുന്ന പല ആൾക്കാർക്കും അങ്ങനെ ഒരു കഴിവ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാര്യം നമ്മളിൽ പുള്ളിയെ കളിയാക്കുന്നതിൽ പല ആൾക്കാരും ആംപ്ലിഫയറുകൾ അസംബ്ലിങ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അസംബ്ലിങ് ചെയ്യുന്നപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പല കാര്യങ്ങൾ ഇലക്ട്രോണിക്സിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അറിവുള്ള ആൾക്കാർ ആരും പുള്ളിയെ ഇതുവരെയും കളിയാക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നെപ്പോലെ തട്ടിക്കുട്ടി എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് പുള്ളിയെ കളിയാക്കിയിട്ടുള്ളത്. പുള്ളി തിരിച്ചൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കളിയാക്കുന്ന ആൾക്കാരുടെ അടുത്ത് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ കളിയാക്കുന്ന ആൾക്കാർ വാ അടയും. അത്രയേ ഉള്ളൂ നിങ്ങളുടെ അറിവ് എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് പുള്ളിയെ കളിയാക്കാനായിട്ട് പോവുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, പുള്ളി പഠിച്ചവനാണ്. പുള്ളിക്ക് ഒരു ആംപ്ലിഫയർ ഡിസൈൻ ചെയ്ത് തരാൻ അറിയാം. പുള്ളി ആംപ്ലിഫയർ ഡിസൈൻ ചെയ്ത സാധനങ്ങൾ നമ്മൾ പലപ്പോഴും ഗ്രൂപ്പിനകത്ത് പുള്ളി ഇട്ടിട്ടുണ്ട്. നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അസാധ്യ ഓഡിയോ ക്വാളിറ്റിയാണ്. അതുപോലെയുള്ള ഒരു ആംപ്ലിഫയറാണ് ഈ ഒരു ആംപ്ലിഫയർ LJ 404 എന്ന് പറയുന്ന സർക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ആംപ്ലിഫയർ. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മൾ വിദേശികളായിട്ടുള്ള ആൾക്കാരുടെ സർക്യൂട്ടിലാണ് നമ്മൾ ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വന്തം നാട്ടിലുള്ള പ്രത്യേകിച്ച് മലയാളിയായിട്ടുള്ള ഒരാളിനെ നമ്മൾ കളിയാക്കാൻ മാത്രമേ നമുക്ക് അറിയാവൂ. ആ പുള്ളിയുടെ സർക്യൂട്ടുകൾ ചെയ്ത് നോക്കി നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്ത് നോക്കുക. പുള്ളി കോപ്പി അടിച്ചിട്ടാണ് ആംപ്ലിഫയർ സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് കോപ്പി അടിച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. കാര്യം പുള്ളിക്ക് അതിൻ്റെ ഒരു ആവശ്യം തന്നെ വരുന്നില്ല എന്നുള്ളതാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പുള്ളി ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ പഠിച്ചിട്ട് ഈ ഒരു ഓഡിയോ അല്ലെങ്കിൽ പവർ സപ്ലൈ സെക്ഷൻ ഓഡിയോ പോലുള്ള സർക്യൂട്ടുകൾ പല രീതിയിൽ പുള്ളി ചെയ്ത് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതും നിലവിൽ ആ ഒരു മേഖലയിൽ നിന്ന് ജീവിച്ചു പോകുന്ന ഒരാളും കൂടെ ആയതുകൊണ്ട്, അതായത് സ്വന്തമായിട്ട് പവർ ആംപ്ലിഫയറുകൾ നിർമ്മിച്ച് വിൽക്കുന്ന ഒരാളായതുകൊണ്ടും, അതും മറ്റുള്ള ആൾക്കാരുടെ സർക്യൂട്ട് കോപ്പി അടിച്ചിട്ടല്ല ചെയ്യുന്നത് പുള്ളി. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം പുള്ളിയെ ചൊറിയാനായിട്ട് പോകാനുള്ള. ഓക്കെ, പുള്ളി അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പേനയും പേപ്പറും നിങ്ങൾ കൊടുത്തിട്ട് പുള്ളിയുടെ അടുത്തൊരു ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് വരച്ച് തരാൻ പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പ് ഇരുന്ന് പുള്ളി വരച്ച് കൈ തരും. ആ ഒരു കഴിവ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ആലോചിക്കുക. എന്നിട്ട് പുള്ളിയെ കളിയാക്കാൻ പോവുക. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ നല്ല ഓഡിയോ ക്വാളിറ്റി ഉള്ള ഒരു ആംപ്ലിഫയറാണ്. ഈ പറയുന്ന പോലെ 40+40 വാട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഫുൾ റേഞ്ച് സ്പീക്കറൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഫുൾ റേഞ്ച് നല്ല 2 ഫുൾ റേഞ്ച് സ്പീക്കറോ അല്ലെങ്കിൽ 3-way സ്പീക്കർ ബോക്സൊക്കെ ഉണ്ട്. ഒരു ബ്രാൻഡ് ബോക്സൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബോക്സും 3-way ബോക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യിപ്പിക്കാം. നല്ലൊരു ആംപ്ലിഫയറാണ്. കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാ കണ്ടില്ലേ, പവർ സപ്ലൈ ഒരു സൈഡിൽ കൊടുക്കാൻ കണക്റ്റേഴ്സ് പുള്ളി കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ സ്പീക്കർ ഔട്ട്പുട്ട് എടുക്കുന്നതിന് വേണ്ടി കണക്റ്റേഴ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രൗണ്ടിന് വേണ്ടി സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിനകത്ത് സോൾഡറിങ് എന്നുള്ളൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൊരു ആവശ്യം തന്നെ ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ്. എല്ലാം നമുക്ക് കണക്ട് ചെയ്ത് തന്നെ വർക്ക് ചെയ്യിപ്പിക്കാം. വളരെ ഈസി ആയിട്ട് ആംപ്ലിഫയറിനകത്ത് തന്നെ നമുക്കിത് പിടിപ്പിച്ച് വയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ കണ്ടില്ലേ, സ്പേസർ ഇടുന്നതിന് വേണ്ടി ഹോളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ആ കൂടെ ഒരു പ്രശ്നം മാത്രം ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പേസർ ഇടാൻ വേണ്ടി 2 ഹോൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ ബാക്കിലും ഒരു ഹോൾ കൊടുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഒരല്പം PCBയുടെ വലിപ്പം ഒരല്പം കൂട്ടിയിട്ട് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ക്യാബിനറ്റിനകത്ത് വളരെ ഈസി ആയിട്ട് ഉറപ്പിക്കാൻ പറ്റും എന്നുള്ളത് ഈ ഒരു ബോർഡിൻ്റെ കുറവായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാലും ഈ ഹീറ്റ് സിങ്കിൽ ഹോൾ ചെയ്താൽ നമുക്ക് അത് നടക്കുന്നൊരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ തിരിച്ച് വേണമെങ്കിലും ബോർഡ് വയ്ക്കാം ആംപ്ലിഫയറിനകത്ത്. അപ്പോൾ നല്ലൊരു ബോർഡാണ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സാൽവ ആഡിയോയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അവിടെ പോയിട്ട് അവരെ ഈ പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ടെസ്റ്റിംഗ് വീഡിയോ ഉടനെ തന്നെ ചെയ്യാം. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ ഞാൻ നിങ്ങൾ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങളൊരു 6 ആംപിയർ ട്രാൻസ്ഫോമറൊക്കെ കൊടുത്താൽ മതിയാവും. നിങ്ങൾക്ക് 40 വാട്ട് നല്ല ക്വാളിറ്റിയിലുള്ള ഓഡിയോ കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സർക്യൂട്ടിലാണ് ജോയ് സാർ ഇത് ചെയ്തിട്ടുള്ളത്. ഞാനിത് മുമ്പേ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഒരുപാട് മുമ്പേ പുള്ളി ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് ആ സർക്യൂട്ട് അവർ ജോയ് സാറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ തന്നെ ക്ലാസ് എയുടെ ഒരുപാട് സർക്യൂട്ടുകൾ ജോയ് സാറ് ഇങ്ങനെ സബ് വൂഫറിൻ്റെ ഫിൽറ്റർ ഞാൻ കാണിച്ചു തരാം. ഇത് ഇത് നമ്മൾ ചെയ്തൊരു നമ്മുടെ എൻ്റെ ഫ്രണ്ടുണ്ട് അരുൺ ചേട്ടൻ ചെയ്തിട്ട് നമ്മുടെ ഒരു ഇതിൽ ഞാൻ മിക്കവാറും ഇതിൻ്റെ സെയിൽ ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഷി സാറിൻ്റെ സബ് വൂഫർ ഫിൽറ്ററാണ്. 80 ഹെർട്സ് സബ് വൂഫർ ഫിൽറ്ററാണ്.
അസാധ്യ സാധനമാണ്. ഈ ഒരു സാധനം നിങ്ങൾക്ക് 500 വാട്ടുള്ള സബ് വൂഫർ ഫിൽറ്ററായിട്ട്, അതായത് സബ് വൂഫർ ആമ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ചെറിയ ഒരു സർക്യൂട്ടാണ്. ബാക്കിൽ കുറച്ച് SMD നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അടിപൊളിയാണ്. 12 വോൾട്ട് സിംഗിൾ സപ്ലൈയിലാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഒരു നോയ്സ് ഇല്ലാതെ ഈ സാധനം വർക്ക് ചെയ്യും. ജോഷി സാറിൻ്റെ ഡിസൈനാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ്. നല്ല ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്കിത് വാങ്ങി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല. കാര്യം നല്ലൊരു സർക്യൂട്ടിൽ അടിപൊളിയായിട്ട് ജോഷി സാറ് വരച്ചിട്ടുള്ളൊരു സർക്യൂട്ടാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. വാങ്ങുക, ഉപയോഗിക്കുക. നിങ്ങളുടെ ആ ഒരു വാങ്ങി ഉപയോഗിച്ചിട്ടുള്ളതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് താഴെ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഓക്കെ, നമ്മുടെ വീഡിയോ വളരെ ലെങ്ത് ആവുമെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ കാര്യം ചില കാര്യങ്ങൾ പറയുമ്പോൾ ലെങ്ത് ആയി പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കുക. കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു വില ഒരു 700 രൂപയ്ക്കകത്തുള്ളൊരു വിലയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്നത്. നല്ലൊരു ബോഡി തന്നെയാണ് 700 രൂപയ്ക്ക്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഫിലിപ്സിൻ്റെ യൂണിവേഴ്സൽ പ്രീ ആംപ്ലിഫയറൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത്, അതായത് ബാസ് ട്രിബിൾ ബോർഡ് നിങ്ങൾക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. ബ്രെയിൻസ് ഓഡിയോയുടെ ബാസ് ട്രിബിൾ നിങ്ങൾക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. പിന്നെ ഈ പറയുന്ന 24 ബാസ് ട്രിബിൾ ബോർഡിന് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇത്രയും തന്നെയാണ് നമ്മളെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.